future energy of wheels. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിഫ്രോൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നേ വന്നിരിക്കുന്നത്, നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ യമഹയുടെ ലിബറോ ഒരു ഹൈബ്രിഡായിട്ട് കൺവേർഷൻ ചെയ്തിരുന്നു. പെട്രോൾ ഇലക്ട്രിക്കൽ ഓടത്തക്ക രീതിയിൽ തം ത്രോട്ടിൽ വെച്ച് നമ്മൾ ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഒരു കൺവേർഷൻ ചെയ്തൊരു ബൈക്കാണ് ഡിസ്കവറിൻ്റെ 125. അപ്പം നേരത്തെ ചെയ്ത ബൈക്കിൽ നിന്ന് ഇതിലുള്ള കുറേ വ്യത്യാസങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ കണ്ട ബൈക്കിൽ 48 വോൾട്ടിൻ്റെ വോൾട്ടേജ് സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ഇതിൽ നമ്മൾ 60 ആയിട്ടാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ കോളേജ് പ്രോജക്റ്റിൻ്റെ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം 2 വരെ വെച്ച് വെയിറ്റ് ഒക്കെ വലിക്കണമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റേ 48 വോൾട്ടും 2 വരെ വെച്ച് വെയിറ്റ് ഒക്കെ വലിക്കും, എന്നാലും സ്പീഡ് കുറവായിരിക്കും. ഇവർക്ക് ഇച്ചിരി കൂടെ സ്പീഡ് വേണമെന്ന് പറഞ്ഞു, സ്പീഡും പവറും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വണ്ടീനെ 48 നിന്ന് 60 കൺവേർഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 60 ആകുമ്പോഴത്തേക്കും അത്യാവശ്യം 2 പേര് വെയിറ്റുള്ള 2 പേര് കയറിയാലും അത്യാവശ്യം സ്പീഡിൽ നമുക്ക് ഓടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് നേരത്തെ വണ്ടിയിൽ കാണിച്ചു തന്ന തം ത്രോട്ടിൽ വെച്ചാണ് ഇലക്ട്രിക് മോട്ടറിൻ്റെ ആക്സിലറേഷൻ കൊടുത്തിരുന്നത്. ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നിലവിലുള്ള പെട്രോൾ ബൈക്കിൻ്റെ കേബിളിൽ തന്നെ നമ്മൾ ഇലക്ട്രിക്കൽ ആക്സിലേറ്റർ ഘടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഇതിൽ നമ്മൾ രണ്ടും കൂടെ വർക്ക് ചെയ്യുന്ന രീതി ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിലുള്ള ആക്സിലേറ്ററിൻ്റെ ഔട്ടറിനെ നമ്മൾ കട്ട് ചെയ്ത്, ഇത് നേരെ നമ്മുടെ കാർബേറ്ററിൻ്റെ അകത്തോട്ട് പോകുന്ന കേബിളാണ്, കാണാൻ പറ്റുന്നത് കണ്ട, നേരെ കാർബേറ്ററിൻ്റെ അകത്തോട്ട് പോകുന്ന കേബിളാണ്. അതിൻ്റെ ഔട്ടർ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഔട്ടറിന് ഇവിടെ ഒരു സ്റ്റോപ്പർ കൊടുത്തിട്ട് നമ്മുടെ ഇലക്ട്രിക് ആക്സിലേറ്ററിൻ്റെ കേബിൾ കൊണ്ടുവന്ന് നിലവിലുള്ള പെട്രോൾ വണ്ടിയുടെ കാർബേറ്ററിൻ്റെ കേബിൾ പോകുന്നതിൻ്റെ അകത്ത് നമ്മൾ ജോയിൻ ചെയ്തു. അതിനൊരു സാധനം വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് നമ്മൾ കേബിൾ ജോയിൻ്റ് ചെയ്തു. അപ്പോൾ ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിലവിലുള്ള ആക്സിലേറ്ററിൽ തന്നെ ഇത് രണ്ടും വർക്കാവും. ഇപ്പം നമ്മൾ ഇലക്ട്രിക്കലിൻ്റെ മോഡ് ഓൺ ആയിട്ടേക്കെങ്കിൽ നമ്മൾ സാധാ ആക്സിലേറ്റർ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കലിൻ്റെ ത്രോട്ടിലും വർക്കാവും. അതിനൊക്കെ തന്നെ പെട്രോൾ എഞ്ചിൻ്റെ ഇത് ഓണായി കിടക്കുകയാണെങ്കിൽ നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ കാർബേറ്ററിലെ ത്രോട്ടിലും വർക്കാവും. രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വേണമെങ്കിലും വർക്ക് ചെയ്യിപ്പിക്കാം. പക്ഷേ അതിൻ്റെ അകത്തുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും എഞ്ചിൻ്റെ RPM കാട്ടി കൂടുതൽ മോട്ടറിൻ്റെ RPM വരാൻ പാടില്ല. അതിനൊക്കെ തന്നെ മോട്ടർ RPM കാട്ടി കൂടുതൽ എഞ്ചിൻ്റെ RPM വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൽ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ ഒരെണ്ണം വർക്ക് ചെയ്യുന്നത് വെറുതെ ആയിപ്പോവും. കാരണം ഇപ്പോൾ എഞ്ചിൻ്റെ RPM ആണ് കൂടുതലുള്ളതെന്നുണ്ടെങ്കിൽ മോട്ടർ ഫ്രീ ആയിട്ട് വെറുതെ ആയിരിക്കും ഓടുന്നത്, മോട്ടറിലോട്ട് സപ്ലൈ പോകുന്നത് വെറുതെ ആയിപ്പോവും. എഞ്ചിൻ്റെ പവറിലായിരിക്കും അത് ഓടുന്നത്. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഈ മോട്ടറിൻ്റെ ഫുൾ RPM അച്ചീവ് ചെയ്യുന്നവരെ എഞ്ചിൻ്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കൂടെ ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടും. അപ്പോൾ ഈ രണ്ടും കൂടെ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും വർക്ക് ചെയ്യിപ്പിക്കാം. ഒന്നീ ഫുള്ളി ഇലക്ട്രിക്കൽ, അല്ലെ ഫുള്ളി പെട്രോൾ, അല്ലെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തു. അപ്പം നിലവിലുള്ള കാർബറേറ്ററിൻ്റെ ആ കേബിളിൻ്റെ ഔട്ടർ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇന്നറിൽ തന്നെ നമ്മൾ അതിൻ്റെ അകത്തൊരു ഇത് നമ്മുടെ കേബിൾ കണക്ട് ചെയ്യുന്നൊരു സാധനം ഇട്ട് കണക്ട് ചെയ്ത് അതിൽ നിന്നൊരു കേബിൾ എക്സ്ട്രാ എടുത്ത് അതിൻ്റെ അകത്താണ് നമ്മൾ ഇലക്ട്രിക്കൽ ആക്സിലേറ്റർ കൊടുത്തിരിക്കുന്നത്. അത് ഈ ടാങ്കിൻ്റെ അടിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അതിൻ്റെ അടിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നിലവിലുള്ള ബൈക്കിൻ്റെ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ അതേ നമ്മുടെ കാർബറേറ്ററിൻ്റെ ത്രോട്ടിൽ വർക്ക് ചെയ്യുന്ന അതേ മോഷനിൽ തന്നെയാണ് ഇലക്ട്രിക്കലിൻ്റെ ആക്സിലേറ്ററും വർക്ക് ചെയ്യുന്നത്. ആ രീതിയിലുള്ള ത്രോട്ടിലുകൾ നമുക്ക് ഇന്ത്യയിൽ ഇങ്ങനെ സുലഭമായി വന്നിട്ടില്ല. അതൊരു ഇപ്പം ശരിക്കും പറഞ്ഞാൽ അതിലിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഹാൻഡ് പീസ് നമുക്ക് കിട്ടിയതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റിൽ അത് ഇൻബിൽഡ് ചെയ്തത്. അത് പുറത്തല്ലാതെ പുതിയത് വാങ്ങിക്കാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. ഇപ്പം നിലവിലുള്ള പല രജിസ്ട്രേഷനുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകളിലും ഈ ടൈപ്പ് ആക്സിലേറ്ററുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതവർ ഷോറൂമിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ നിലവിൽ അത് ഔട്ട്സോഴ്സ് ആയിട്ട് വന്നിട്ടില്ല, പുറത്തുനിന്ന് പെട്ടെന്ന് സുലഭമായിട്ട് കിട്ടുന്ന രീതിയിലായിട്ടില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ബൈക്കിന് വേണമെങ്കിലും ആ ത്രോട്ടിൽ വെച്ചിട്ട് നമുക്ക് ഈ കാണിച്ച രീതിയിൽ ഒറ്റ കേബിളിൽ തന്നെ രണ്ടും വർക്ക് ചെയ്യുന്ന രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ ഇതിൽ പറഞ്ഞ അത്യാവശ്യം 2 പേരെ വെച്ചിട്ട് വെയിറ്റ് വലിക്കുന്ന രീതിയിൽ വേണമെന്ന് പറഞ്ഞു. അപ്പം ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് 60 വോൾട്ടാണ്. അപ്പം അതിൻ്റെ അകത്ത് 60 വോൾട്ട് വരുമ്പോഴത്തേക്കിന് ഇച്ചിരി കൂടെ പവറായിട്ടുള്ള ബാറ്ററി പാക്കാണ് വരുന്നത്. അപ്പം ബാറ്ററി പാക്കിൻ്റെ സൈസ് വലിപ്പം കൂടും. ആ വലിപ്പം കൂടുന്നത് കൊണ്ടാണ് നമ്മൾ സൈഡിൽ പണിഞ്ഞ് വെച്ചിരിക്കുന്ന ബോക്സിൻ്റെ സൈസും കൂടിയത്. അപ്പം നേരത്തെ ലിബറോടെ അത് ബോക്സ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഐ ബട്ടണിൽ ഞാൻ എൻ്റെ വീഡിയോ കൊടുത്തിരിക്കാം. അത് കയറിയിട്ട് കണ്ടിട്ട് വരുവാണെങ്കിൽ ഇത് കുറച്ചും കൂടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നേരത്തെ കണ്ട ലിബറോടെ കണക്ക് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്നുള്ള ജസ്റ്റും കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാറ്ററി ബോക്സാണ് വന്നിരിക്കുന്നത്. വലിപ്പമുള്ള ബാറ്ററി ബോക്സ് വരാനുള്ള കാരണം ഞാൻ പറഞ്ഞു. ഇതിൻ്റെ അകത്ത് 60 വോൾട്ടിൻ്റെ ബാറ്ററി പാക്ക് സിസ്റ്റമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മോട്ടറും പ്രോഗ്രാംഡ് 60 മാറ്റിയിട്ടുണ്ട്. അപ്പം 60 വോൾട്ട് 1500 വാട്ട്സിൻ്റെ മോട്ടറാണ് ഇത് ഇരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പീക്ക് പവർ എന്ന് പറയുന്നത് 5 കിലോ വാട്ട് തൊട്ട് 8 കിലോ വാട്ട് വരെ നമുക്ക് പീക്ക് പവർ റേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മോട്ടറാണ് ഇത് വെച്ചിരിക്കുന്നത്. നേരത്തെ പോലെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് പെട്രോൾ വണ്ടിയുടെ കീ ഓണാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ച് പോകാം. പിന്നെ മറ്റുള്ള ആ നേരത്തെ കാണിച്ച ലിബറോയിൽ നിന്ന് ഇതിൻ്റെ അകത്ത് ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത്
നമ്മളെ പെട്രോൾ വണ്ടിയുടെ ബാറ്ററി ഇല്ല, ആ ബാറ്ററിക്ക് പകരം നമ്മൾ മെയിൻ ബാറ്ററിയിൽ നിന്ന് ഒരു ലൈൻ കണക്ട് ചെയ്ത് അവിടെ DC to DC കൺവെർട്ടർ വെച്ച് 12 വോൾട്ടാക്കി കൺവെർട്ട് ചെയ്താണ് ബൈക്കിലോട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ബാറ്ററിയുടെ ഇലക്ട്രിക് ബാറ്ററിയുടെ വലിയ ബാറ്ററിയുടെ പവറിൽ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ള ലൈറ്റും കാര്യങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം വർക്ക് ആവുന്നത്. ഇത് താക്കോൽ ഓൺ ചെയ്യുമ്പോൾ തന്നെ MCB ഓൺ ആണെങ്കിൽ നമുക്ക് ബാറ്ററിയുടെ ഇൻഡിക്കേഷനും കാര്യങ്ങളെല്ലാം വരും. ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ കാണിച്ച കണക്ക് തന്നെ ഇലക്ട്രിക്കലിൻ്റെ ഓൺ ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്വിച്ച് നമ്മളിവിടെ ഘടിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ പോലെ തന്നെ മീറ്ററിൽ ഇൻഡിക്കേഷൻ ലൈറ്റ് ഓൺ ആയി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇലക്ട്രിക്കലിൻ്റെ സിസ്റ്റം ഓൺ ആയിട്ടുണ്ടെന്ന്. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫാണ്. ഓണാക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ബാറ്ററിയുടെ ലെവൽ ഇൻഡിക്കേറ്ററും അതിനൊക്കെ തന്നെ വോൾട്ടേജ് ഒക്കെ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇന്ന് നേരത്തെ കാണിച്ച കണക്ക് തന്നെ ഫോർവേഡും റിവേഴ്സും, അതായത് ഈ വണ്ടി ഒന്ന് റിവേഴ്സ് എടുക്കണമെങ്കിൽ നമുക്ക് റിവേഴ്സ് സുഖമായിട്ട് എടുക്കാം. സെയിം ആക്സിലേറ്റർ തന്നെയാണ്. റിവേഴ്സ് ബട്ടൺ ഇട്ടിട്ട് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി റിവേഴ്സ് പോകും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്ററി. ഇതിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 60 വോൾട്ടിൻ്റെ 18H 19 സീരീസിൻ്റെ ലിഥിയം സെല്ല് വെച്ചിട്ടാണ് നമ്മൾ ഈ ബാറ്ററി പാക്ക് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കൺട്രോളർ. ഇത് ജംഗ്ഷൻ ബോക്സ്, MCB, ആൻറ്റിസൺ കണക്ടർ, ഇത് കൺട്രോളറിലുള്ള കണക്ഷൻ വയറിംഗ് എല്ലാം ഇത് കിടത്തിട്ടുണ്ട്. ഇത് ചാർജിങ് പോർട്ടാണ്, നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാനാണ് വേണ്ടിയിട്ടുള്ളത്. ഇതെല്ലാം നേരത്തെ ആ ബോക്സിൽ ഉള്ള കണക്ക് തന്നെയാണ്. നേരത്തെ ബോക്സിൽ മേളിൽ ഓപ്പണിങ് ആയതുകൊണ്ട് ഇത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല. ഇപ്പം ഇത് സൈഡിലോട്ട് ഓപ്പൺ ചെയ്യുന്നതാക്കിയതുകൊണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഇത്രയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ കണക്ക് തന്നെ ലോക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ കണ്ട അതേ സെയിം മോട്ടർ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഹബ്ബ് മോട്ടർ തന്നെയാണ്. അതിന് ഡിസ്ക് ബ്രേക്ക് നമ്മൾ മൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഡിസ്ക് പമ്പ് നമ്മൾ വെർട്ടിക്കലി തന്നെ വെച്ചിട്ടുണ്ട്. നിലവിലുള്ള പെട്രോൾ വണ്ടിയിൽ വരുന്ന രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. നിലവിലുള്ള ലിവർ തന്നെയാണ് അതിൻ്റെ ഇത് കൊടുത്തിരിക്കുന്നത്. ഫ്ലൂർ ക്യാനും കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ബാറ്ററിയുടെ വെയിറ്റ് ബാക്കിൽ വരുന്നതുകൊണ്ട് ബാക്ക് സൈഡ് താന്ന് കിടക്കുകയാണ്. അപ്പോൾ അത് ജസ്റ്റ് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ജാക്കി വെച്ച് ടയർ ചെറുതായിട്ടൊന്ന് പൊക്കി നിർത്തിയിരിക്കുകയാണ്. ഒറ്റയ്ക്കായതുകൊണ്ട് എല്ലാം കൂടെ നടക്കുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇഗ്നിഷൻ കീ ഓണാണ്, ഇലക്ട്രിക്കലിൻ്റെ ഇത് ഓണായി കിടക്കുകയാണ്. കാരണം മീറ്ററിൽ ഇത് കാണിക്കാം. ഇത് നമ്മുടെ നേരത്തെ പറഞ്ഞില്ലേ, ഇഗ്നിഷൻ കീൻ്റെ ഓണാക്കുക. നിലവിലുള്ള ആക്സിലേറ്റർ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ മോട്ടർ നമുക്ക് റൊട്ടേറ്റ് ആയി കിട്ടും. ഞാൻ നാണ്ട് ഈ ആക്സിലേറ്റർ തന്നെയാണ് കൊടുക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇത് 60 വോൾട്ടിലോട്ട് ആക്കി വയ്ക്കുക. അപ്പോൾ 48 വോൾട്ടിനെക്കാട്ടി നല്ല പവറിലാണ് ഇപ്പോൾ ഓടുന്നത്. അത് കണക്ക് തന്നെ ഇത് റിവേഴ്സ് എടുക്കണമെങ്കിൽ നേരത്തെ കണക്ക് തന്നെ ഫോർവേഡ് മാറ്റി റിവേഴ്സ് സ്വിച്ചിലോട്ട് മാറ്റിയിട്ട് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഈസി ആയിട്ട് റിവേഴ്സ് എടുക്കാൻ പറ്റും. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്ന പരിപാടി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതിനൊക്കെ എന്നെ കമൻറ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും. അതുപോലെ ഇതിൽ റിലേറ്റഡ് ആയിട്ടും ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവർക്കും കൂടെ വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വണ്ടി ജസ്റ്റ് ഞാൻ ഇലക്ട്രിക്കലിൽ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ 2 വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. ആദ്യമേ നമുക്ക് ലിബറോ ഒന്ന് ഓടിച്ച് കാണാം. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഡിസ്കവർ ഓടിച്ച് കാണിക്കുക. അപ്പം ഞാൻ മൈക്ക് ഓണാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് ഇലക്ട്രിക്കിൽ തന്നെയാണ് ഓടിക്കാൻ നോക്കുന്നത്. അപ്പം ഞാൻ മൈക്ക് ഓണാക്കി വെച്ചേക്കാം. അല്ലെങ്കിൽ ചിലപ്പം പലരും പറയും നമ്മൾ സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ട് പെട്രോൾ എഞ്ചിനാണ് ഓടിച്ച് കാണിക്കുന്നതെന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്, അതുകൊണ്ടാണ് ഇത്ര ഡിലേ ആവുന്നത്. അപ്പം ഞാൻ മൈക്ക് ഓണാക്കി തന്നെ വെച്ചിരിക്കുന്നത് വേറൊന്നുമില്ല, സൗണ്ട് മ്യൂട്ട് ചെയ്യുന്നില്ല. കാരണം എഞ്ചിനിലാണ് ഓടിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പം വീഡിയോ കണ്ടിട്ട് പറയും വോയിസ് നമ്മൾ കട്ട് ചെയ്ത് മ്യൂസിക് ഇട്ടിട്ട് എൻജിൻ സ്റ്റാർട്ട് ചെയ്താണ് ഓടിച്ചതെന്ന് ചിലപ്പോൾ പറയും. അതുകൊണ്ടാണ്. ഇതിപ്പം നമ്മൾ ഓടിക്കുന്നത് യമഹയുടെ ലിബറോ ആണ്. തം ത്രോട്ടിൽ വരുന്ന വണ്ടിയാണ്. അതാണ് ഫസ്റ്റ് നമ്മൾ ഓടിച്ച് കാണിക്കുന്നത്. നെക്സ്റ്റ് ഇനി നമുക്ക് നമ്മുടെ ഡിസ്കവർ ഓടിച്ച് നോക്കാം.